കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ നന്നായിട്ട് ഇറുകുന്നതായിട്ടും വയറിൻ്റെ ഭാഗത്തായിട്ട് നല്ല തടുപ്പ് വരുന്നതായിട്ടും തിരിച്ചറിയുന്നത്. അതായത് അന്ന് വരെയുള്ള എൻ്റെ ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കഴിക്കുന്ന അമിതമായ ഭക്ഷണവും ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും മൂലം ശരീരം ക്രമേണ വണ്ണം വെക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം വണ്ണം വയ്ക്കാറുണ്ട്. ജനറ്റിക്കലി ആയിട്ടും ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും ഒക്കെ തന്നെ ശരീരം തടിക്കുന്നവരുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ വണ്ണം വയ്ക്കുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരീരത്തിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനുള്ള ഒരു മാർഗ്ഗമാണെങ്കിലും നമ്മുടെ ആധുനിക ജീവിതക്രമത്തിൽ വലിയ തരത്തിലുള്ള ശരീരത്തിന് വണ്ണം വയ്ക്കുക എന്ന് പറയുന്നത് നല്ല ഒരു പ്രവണതയല്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വണ്ണം വയ്ക്കുന്നതിൻ്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ടുള്ള ബെല്ലി ഫാറ്റിനെ കുറിച്ചാണ്. അതായത് തടിച്ചു വരുന്ന വയറിനെ കുറിച്ച്. നമ്മുടെ വയർ ശരീരത്തെ അപേക്ഷിച്ച് തള്ളി നിൽക്കുകയും ഇതുമൂലം വസ്ത്രം ഇടുന്നതിനും കുനിയാനും നൂരാനും കഴിയുന്നില്ല എന്നുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മുതൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും മെറ്റബോളിസത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇന്നത്തെ കാലത്ത് ഈ കുടവയറെന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ബെല്ലി ഫാറ്റ് വളർന്നു കഴിഞ്ഞു. ബെല്ലി ഫാറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായി എത്തുന്ന കലോറി നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ അടിയിൽ കൊഴുപ്പായിട്ട് സംഭരിക്കുന്നു എന്നുള്ളതാണ് അഡിപ്പോസ് ടിഷ്യൂ. ഈ അഡിപ്പോസ് ടിഷ്യൂവിലിരിക്കുന്ന ഈ കൊഴുപ്പിനെ പിന്നീട് ആവശ്യാനുസരണം ശരീരം തിരിച്ചെടുത്തിട്ട് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ശരിയാണ്. പക്ഷേ ത്വക്കിൻ്റെ അടിയിൽ കാണപ്പെടുന്നത് സബ്ക്യൂട്ടിനസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഫാറ്റ് മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വില്ലനായതും ശരീരമാകമാനം വീർത്ത് വരാനും കാരണം വിസറൽ ഫാറ്റുകളാണ്. അതായത് ഒരു നല്ല വണ്ണമുള്ള ഒരാളെ കാണുമ്പോൾ അയാളുടെ അത്രയും വലിയ വണ്ണത്തിന് കാരണം ത്വക്കിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കുറേ കൊഴുപ്പ് മാത്രമാണെന്നും ആ കൊഴുപ്പിൻ്റെ ഉള്ളിൽ അധികം കൊഴുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ സ്ട്രക്ചറലി നമ്മുടെ ഓർഗൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എടുത്താലും ലിവർ എടുത്താലും പാൻക്രിയാസ് എടുത്താലും ഈവൻ ഒരുപാടാകുമ്പോൾ ഹൃദയത്തിന് ചുറ്റിലും വരെ ഇൻഡിവിജ്വലി കൊഴുപ്പടിയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബെല്ലി ഫാറ്റ് എടുത്തു കഴിയുമ്പോൾ ഈ തൊലിയുടെ അടിയിൽ മാത്രമല്ല നമ്മുടെ ഇൻറ്റസ്റ്റൈനും ആ വയറ്റിലെ ആപ്സ് മസിൽ വരുന്നതിൻ്റെ അടിയിലുമൊക്കെ തന്നെ കൊഴുപ്പിൻ്റെ അംശം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ മുഴുവൻ ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അധികമായി എത്തിച്ചേരുന്ന കൊഴുപ്പിനെ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ രൂപത്തിലാണ് ശരീരം സ്റ്റോർ ചെയ്യുന്നതെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന എണ്ണയും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല, അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം പോലും സത്യത്തിൽ പൊണ്ണത്തടിയുടെ ഒരു വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ജനറ്റിക്കലി പെട്ടെന്ന് ഫാറ്റ് സ്റ്റോർ ആകുന്ന ഒരു രീതിയും നിലനിൽപ്പുണ്ട്. ജെൻഡർ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ സബ്ക്യൂട്ടിനസ് എന്ന് പറയുന്ന ഫാറ്റ്, അതായത് തൊലിക്കടിയിലുള്ള ഫാറ്റാണ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്നാൽ പുരുഷന്മാരിൽ അവയവങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന വിസറൽ ഫാറ്റിൻ്റെ സാന്നിധ്യമാണ് കൂടുതലുള്ളത്. ഇവയെ തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വയറുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്കിങ്ങനെ നുള്ളിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്കിന്നിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് സബ്ക്യൂട്ടിനസ് ഫാറ്റ് എന്ന് പറയുന്ന ത്വക്കിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ഫാറ്റാണ്. ഇത് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞു സൂക്ഷിക്കുകയും ടെമ്പറേച്ചർ റെഗുലേഷൻ ചെയ്യുകയും അവയവങ്ങൾക്ക് അപകടമുണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ശരീരത്തിന് സ്റ്റോർ ചെയ്യാൻ സമയമെടുക്കുന്നതും അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകാത്തതുമാണ്. അതായത് അവയവങ്ങളെ പൊതിഞ്ഞ് ദീർഘകാലം നിലനിൽക്കുന്ന രൂപത്തിലാണ് വിസറൽ ഫാറ്റുകൾ ശരീരത്തിൽ രൂപപ്പെടുക. ഇവയ്ക്ക് നമ്മുടെ ഹോർമോണുകളെ ഇംബാലൻസ് ഉണ്ടാക്കാനും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റിവിറ്റിയെ ബാധിക്കാനും ലോങ് ടേമിൽ ഹൃദയത്തിനുൾപ്പെടെ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ളൊരു സാഹചര്യം ഈസി ആയിട്ട് ഒരുക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള കലോറിയെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ രൂപത്തിൽ പിന്നീട് നമുക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ശരീരം തന്നെ വളരെയധികം സെൻറ്റർ ഓഫ് മാസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി സ്റ്റോർ ചെയ്യുകയും അങ്ങനെയുള്ളവ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയാണ് പരിണാമപരമായി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഈ അടുത്താണല്ലോ ഇത്രയും നല്ല രീതിയിലൊക്കെ സുഭിക്ഷമായി ജീവിക്കാൻ തുടങ്ങിയത്. പല ആളുകളും പല സ്ഥലത്തും കൃഷി ചെയ്യുമ്പോൾ ചില കാലഘട്ടങ്ങളിൽ മാത്രം നല്ല ഭക്ഷണം കിട്ടുകയും മറ്റ് ചില കാലഘട്ടങ്ങളിൽ പട്ടിണി കിടക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പട്ടിണി കിടക്കുന്ന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ശരീരം ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി പ്രോസസ്സ് ആരംഭിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ജോലിയും ഭക്ഷണത്തിൻ്റെ ലഭ്യതയും ഒക്കെ തന്നെ നോക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഏകദേശം ഒരേപോലെയുള്ള ഭക്ഷണം ശരീരത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ അത് അത്രത്തോളം കണ്ടൻറ്റുകൾ അടങ്ങിയ കൊഴുപ്പടങ്ങിയ പഞ്ചസാര അടങ്ങിയ ഭക്ഷണമാണ് എങ്കിൽ ശരീരം നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി അട്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാൻ ആരംഭിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും അത് തിരിച്ചെടുക്കേണ്ട ഒരു ആവശ്യകതയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.
നിങ്ങളുടെ വയറ് ഒരു ശരാശരി ഹെൽത്തി ആയിട്ടുള്ളൊരു സാഹചര്യത്തേക്കാൾ കൂടുതലാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് പലപ്പോഴും ടേപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. പുരുഷന്മാർക്ക് ഈ ഒരു ഹിപ്പ് ബോണിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ വയറിനെ തറയിൽ നിന്ന് 90 ഡിഗ്രി വരുന്ന രീതിയിൽ ടേപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ 40 ഇഞ്ചിൽ കൂടുതലും സ്ത്രീകൾക്ക് 35 ഇഞ്ചിൽ കൂടുതലും അളവ് ടേപ്പിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ ശരാശരി ലോകത്തുള്ള ആകമാനം ആളുകളുടെ ഒരു അളവ് വെച്ചുകൊണ്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള ബെല്ലി ഫാറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ബെല്ലി ഫാറ്റിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസമുണ്ട്. ജെൻഡർ അനുസരിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് സബ്ക്യൂട്ടിനസ് ഫാറ്റാണ്. അതായത് തൊലിയുടെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഈ തൊട്ട് കഴിഞ്ഞ് നമുക്ക് പിഞ്ച് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫാറ്റാണ് കൈയുടെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാവുക. എന്നാൽ പുരുഷന്മാരിൽ വിസറൽ ഫാറ്റിൻ്റെ അളവാണ് കൂടുതൽ. അതായത് സബ്ക്യൂട്ടിനസ് ഫാറ്റ് ഉണ്ടെങ്കിലും അവയവങ്ങൾക്കിടയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും അപകടം പിടിച്ചതും ഏറ്റവും പെട്ടെന്ന് ഒഴിവാക്കാൻ പാടുള്ളതുമായ ഒരു ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, ബോഡി മാസ് ഇൻഡെക്സ് അളന്നുകൊണ്ടും നമുക്ക് അറിയാൻ കഴിയുമെങ്കിലും ഇതിനൊക്കെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ചുകൊണ്ടുള്ള ഒരു പെർസെൻറ്റേജ് നോക്കലാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഫാറ്റിൻ്റെ വെയിറ്റ്, മസിലിൻ്റെ വെയിറ്റ്, ബോൺ ഡെൻസിറ്റി എന്നിവയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചില ആളുകളിൽ BMI കൂടുതലാണെങ്കിലും അവർ ഫാറ്റ് അല്ലാത്ത അവസ്ഥയിലും കൂടുതലാണെന്ന് പറയാൻ പറ്റും. ചിലർക്ക് നല്ല വണ്ണമുണ്ടെങ്കിലും BMIയിൽ ഹെൽത്തി ആയിട്ട് കാണിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം മെത്തേഡുകൾക്ക് പ്രശ്നവുമുണ്ട്, ഗുണവുമുണ്ട്. പിന്നെ MRI CT സ്കാനുകളുടെ സഹായത്തോടു കൂടി എക്സാക്ട്ലി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുമെങ്കിലും ഇതെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരിക്കലും ബെല്ലി ഫാറ്റിൻ്റെ അളവും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുക എളുപ്പമല്ല. എന്തുകൊണ്ടാണ് ബെല്ലി ഫാറ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നത്, ശരീരം വണ്ണം വയ്ക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏറ്റവും ആദ്യം നിങ്ങൾ പറയുക ഡയറ്റിൻ്റെ കേസാണ്. നമ്മുടെ ഭക്ഷണശീലങ്ങളും ജീവിത രീതിയും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇത്തരം പദാർത്ഥങ്ങൾ എത്തുന്നതിന് കാരണമാക്കാറുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് രണ്ടു പേർക്കും ഫാറ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് ഒരുപോലെ ആകണമെന്നില്ല. കാരണം ഒന്ന്, ജനറ്റിക്സ്. ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് കൂടുന്നതിനെ ജനിതക ഘടന വളരെയധികം സ്വാധീനിക്കാറുണ്ട്. എത്ര പെട്ടെന്ന് അമിതമുള്ള കലോറി ശരീരത്തിൽ ഉണ്ടാക്കണമെന്നും ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിൻ്റെ റേറ്റ് വ്യത്യാസപ്പെടുന്നത്. മാത്രമല്ല, ഭക്ഷണത്തെ പോലെ തന്നെ അതിനോട് തൊട്ട് താഴെ നിൽക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നീന്തുക, ഓടുക, വർക്കൗട്ട് ചെയ്യുക, കളിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ശരീരത്തിൽ നമ്മുടെ മിടിപ്പിൻ്റെ വേഗത കൂടുകയും ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വളരെയധികം ഊർജ്ജം ആവശ്യമായി വരികയും നമ്മുടെ ശരീരത്തിൽ നിന്നും അഡിപ്പോസ് ടിഷ്യൂവിലുള്ള ഫാറ്റിനെ കൺസ്യൂം ചെയ്യാനും ആരംഭിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യവും വർക്കൗട്ടിൻ്റെ കാര്യവും പറയുമ്പോൾ ഞാൻ അതിൽ മാറ്റി നിർത്തിയ മറ്റൊരു കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിലും നിങ്ങൾ ആദ്യം മാറ്റി വെക്കേണ്ട സാധനം പ്രോസസ്ഡ് ഷുഗർ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ പഞ്ചസാര വാങ്ങിച്ചത് ചായയിലിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ എത്തിയാൽ ഉടനെ ഈ ഷുഗർ നേരിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ആവുകയും നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഹൈ ആവുകയും ചെയ്യും. ഇങ്ങനെ ഹൈ ആയി നിൽക്കുന്നത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസിനകത്ത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുകയും ഈ ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡിൽ കൂടിയ പഞ്ചസാരയെ നമ്മുടെ കോശങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് പഞ്ചസാര നിരന്തരം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ബോഡിയിൽ ഷുഗർ സാച്ചുറേറ്റഡ് ആവുകയും ഇൻസുലിൻ്റെ അളവ് കൂടിയാലും ഷുഗർ കുറയാൻ കഴിയാത്ത രീതിയിൽ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കൊഴുപ്പിനും ഒരു പങ്കുണ്ട്, ഷുഗർ കൂടുന്നതിനും ഒരു പങ്കുണ്ട്. ഇത് മാത്രമല്ല, ശരീരത്തിൽ ഷുഗർ കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ഉള്ള ഫാറ്റിനെ എടുക്കുന്നത് ഇത്തരം ഹോർമോണുകൾ തടയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ്, വർക്കൗട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗർ എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്നതെങ്കിലും ബാക്കി ഒരാൾ കൂടിയുണ്ട്, അത് ഉറക്കമാണ്. ഉറക്കം, ജോലിയിലെ വളരെയധികമായിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് അഡ്രിനാലിൻ പോലെ മറ്റൊരു ഹോർമോണാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും നമ്മുടെ വിശപ്പ്, അപ്പറ്റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഘടകങ്ങളിൽ ഒരു പങ്ക് കോർട്ടിസോളിനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാതിരിക്കുകയും നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ ത്വരയുണ്ടാകുന്ന രീതിയിൽ ഇവ വർക്ക് ചെയ്യും, ഹോർമോണുകൾ വർക്ക് ചെയ്യും. അപ്പോൾ വയറ് വീർത്ത് കഴിഞ്ഞാലും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും തുടരെ ഭക്ഷണം കഴിക്കാനും സ്നാക്സ് കഴിക്കാനുമുള്ള ഒരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലം എന്താണ്? സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ള ഭക്ഷണം ശരീരത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഫലമായിട്ട് അത് പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു ഇഷ്യൂ. ചില ആളുകളിൽ നമ്മൾ മെഡിക്കേഷൻ്റെ ഫലമായി അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ടതിന് ശേഷം വണ്ണത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും അത് അത്രത്തോളം എല്ലാവരിലും ചൂസ് ചെയ്യപ്പെടുന്ന ഒന്നല്ല.
ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ജീവിത ശൈലി മാറ്റുക എന്നുള്ളതാണ്. അതായത് വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണശീലം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ അരിയാഹാരം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് പറയുന്നത് പല പഠനങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം ഇപ്പോൾ കിട്ടുന്ന പ്രോസസ്ഡ് അരികളിൽ കൂടുതലും ഡയറക്റ്റ് സ്റ്റാർച്ച് മാത്രമാണ്, അന്നജം മാത്രമാണ്. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഒരു പദാർത്ഥമാണ്. പിന്നെ ഇലക്കറികൾ, മുട്ട, മാംസം തുടങ്ങിയവ നന്നായിട്ട് കഴിക്കുകയും ഇത് കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുകയും വേണം. പിന്നെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം എത്തുകയും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സെല്ലുകളിലും ആവശ്യത്തിന് വെള്ളം എത്തി ഡീഹൈഡ്രേഷൻ തടയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയാം. പിന്നെ നല്ല രീതിയിൽ വയറുണ്ട്, അതങ്ങ് കുറച്ച് കളയാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത്ര എളുപ്പമല്ല ആൾറെഡി പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളത്. വളരെ ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള ജീവിതക്രമവും ഡയറ്റും എക്സർസൈസുകളും നീന്താൻ പോകുന്നതും നല്ല ഉറക്കവും മാനസിക ആരോഗ്യവും ഒക്കെ തന്നെ ഒന്നിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ ബെല്ലി ഫാറ്റിനെയും അതിലൂടെ ഉണ്ടാകുന്ന വിസറൽ ഫാറ്റിനെയും സബ്ക്യൂട്ടനസ് ഫാറ്റിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന ഷുഗർ, പ്രഷർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹ രോഗ സാധ്യത തുടങ്ങി നമ്മളെ ബാധിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങളെയും ആൾറെഡി നിയന്ത്രിക്കാൻ കഴിയും.